KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കം അവസാനിപ്പിക്കാൻ നീക്കവുമായി രാഹുൽ ഗാന്ധി. മുൻ KPCC അധ്യക്ഷന്മാർ അടക്കമുള്ളവരെ രാഹുൽ ഗാന്ധി ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു. കെ സുധാകരനെ ഒഴിവാക്കേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഒരു സമവായം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി തന്നെ ഒരു നീക്കം നടത്തുന്നു. വിശദാംശങ്ങൾ എന്താണ് ഉമേഷ് ബാലകൃഷ്ണൻ? ഒരുപക്ഷെ ഇന്നോ നാളെയോ KPCC അധ്യക്ഷനെ മാറ്റി പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നുള്ള പൂർണ്ണ വിവരം KPCCക്കും മുതിർന്ന നേതാക്കൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടെയാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ തന്റെ അതൃപ്തി പരസ്യമാക്കിയത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും താൻ പറയാനുള്ളത് നാളെ പറയുമെന്ന് പരസ്യമായി തന്നെ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കെ സുധാകരനെ അനുനയിപ്പിച്ച ശേഷം മാത്രമായിരിക്കും പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ മറ്റ് മുതിർന്ന നേതാക്കളെ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരടക്കമുള്ളവരെ ബന്ധപ്പെട്ടു. നേരത്തെ തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ കെ മുരളീധരൻ അടക്കമുള്ളവർ ഇപ്പോൾ കെ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ കെ സുധാകരനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ നിലവിൽ കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്നുള്ള അഭിപ്രായം രാഹുൽ ഗാന്ധിയെ അറിയിച്ചതായാണ് സൂചന. എന്തായാലും രാഹുൽ ഗാന്ധി കേരളത്തിലെ സാഹചര്യങ്ങൾ, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ തുടങ്ങിയവ നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കിയത്. രജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.